ഇത് വിജയന്റെ അടിവേരിറക്കുന്ന വിജയം. i2i ന്യൂസ് പ്രവചനം കൃത്യം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ i2i ന്യൂസ് നടത്തിയ പ്രവചനം യാഥാർത്ഥ്യമായി. മെയ് 26-നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. UDF ആയിരുന്നു ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ഔദ്യോഗിക പ്രഖ്യാപനം വന്ന തൊട്ടടുത്ത ദിവസം തന്നെ, അതായത് മെയ് 27-ാം തീയതി, ഇടതുപക്ഷം സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ, അൻവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ, മലയാള മാധ്യമങ്ങൾ ഒന്നും തന്നെ പ്രീപോൾ പ്രവചനം നടത്തുന്നതിന് മുമ്പ് തന്നെ i2i ന്യൂസ് കഴിഞ്ഞ മെയ് 27-ാം തീയതി നൽകിയ ആ പ്രവചനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഞങ്ങൾ ഒന്നുകൂടി നൽകുകയാണ്. ഞങ്ങൾ പ്രവചനം നടത്തി ഏതാണ്ട് 20 ദിവസങ്ങൾക്ക് ശേഷമാണ് പല മാധ്യമങ്ങളും പ്രവചനവുമായി വരുന്നത്. മുൻ ഉപതെരഞ്ഞെടുപ്പുകളിൽ i2i ന്യൂസ് നടത്തിയ പ്രവചനങ്ങൾ കൃത്യമായിട്ടുണ്ട്. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാട്ടും ഞങ്ങൾ പറഞ്ഞ ശതമാനത്തിനോട് തെരഞ്ഞെടുപ്പ് ഫലം വളരെ അടുത്തു വന്നിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത് കുറഞ്ഞത് 10,000-നും 15,000-നും ഇടയ്ക്കുള്ള വോട്ട് പിടിച്ച് വിജയിക്കും. പ്രൊവൈഡഡ് കോൺഗ്രസുകാരുടെ ഭാഗത്തു നിന്നും കുതികാലുവെട്ട് ഉണ്ടായില്ല എങ്കിൽ, UDF-ലെ പടലപ്പണക്കങ്ങൾ കൊണ്ടും കുതികാലുവെട്ടും കൊണ്ടും മാത്രമാണ് UDF-ന്റെ പൊന്നാപുരം കോട്ടയായിരുന്ന നിലമ്പൂർ PV അൻവറിനെ പോലെയുള്ള അധമന്മാർ കൊണ്ടുപോയത്. നിലമ്പൂരിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം ആര്യാടൻ ഷൗക്കത്ത് മികച്ചൊരു സ്ഥാനാർത്ഥി തന്നെയാണ്. ആര്യാടൻ മുഹമ്മദിന്റെ മകൻ എന്ന നിലയിൽ മാത്രമല്ല, ഒരു അടിയുറച്ച കോൺഗ്രസുകാരൻ എന്ന നിലയിൽ പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിച്ച് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ, KPCC ജനറൽ സെക്രട്ടറി എന്ന് മാത്രമല്ല, വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പല പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. മാത്രമല്ല, ദേശീയ സംസ്ഥാന അവാർഡുകൾ കരസ്ഥമാക്കിയ പാഠം 1, വിലാപം പോലെയുള്ള ചലച്ചിത്രങ്ങളുടെ നിർമ്മാതാവും തിരക്കഥാകൃത്തും എന്നൊക്കെയുള്ള നിലകളിൽ കലാരംഗത്തും അദ്ദേഹം ശ്രദ്ധേയനാണ്. ഉപതെരഞ്ഞെടുപ്പിൽ എത്ര പ്രഗത്ഭനായ സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷം നിർത്തിയാലും, അൻവർ മത്സരിച്ചാലും ഇല്ലെങ്കിലും, BJP സ്ഥാനാർത്ഥിയെ നിർത്തിയാലും ഇല്ലെങ്കിലും, നിലമ്പൂരിൽ സംസ്ഥാനത്തെ നിലവിലെ രാഷ്ട്രീയ കാലാവസ്ഥയനുസരിച്ച് UDF 10,000-നും 15,000-നും ഇടയ്ക്ക് വോട്ട് പിടിക്കുമെന്നാണ് ഞങ്ങൾ പ്രവചിച്ചത്. അത് ചുമ്മാ ഒരു പൊട്ടത്താപ്പ് പ്രവചനമായിരുന്നില്ല. കഴിഞ്ഞ 5 കൊല്ലത്തെ ബൂത്തുകൾ അടിസ്ഥാനമാക്കി ഓരോ മുന്നണിയും നേതാവും നേടിയ വോട്ടുകളും ഇതിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടായ മണ്ഡലങ്ങളും അതിൻ്റെ കാര്യകാരണങ്ങളും അനലൈസ് ചെയ്താണ് ഞങ്ങൾ ഈ പ്രവചനം നടത്തിയത്. അത് കൃത്യവുമായി. നിലമ്പൂർ CPM-ന്റെ സിറ്റിംഗ് സീറ്റാണെങ്കിലും 8 തവണ ആര്യാടൻ മുഹമ്മദ് വിജയിച്ച മണ്ഡലമാണത്. ആ മണ്ഡലത്തിൽ ഇനി മകൻ MLA. 11,027 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചിരിക്കുകയാണ്. ഇത് UDF-ന്റെ വിജയം എന്ന് പറയുന്നതിനോടൊപ്പം VD സതീശന്റെ വിജയം കൂടിയാണെന്ന് പറയുന്നതാവും കൂടുതൽ ശരി. PV അൻവർ എന്ന അധപന്റെ കൂട്ടുകെട്ട് UDF-ന് വേണ്ട എന്ന ധീരമായ നിലപാട് ആദ്യം മുതലെടുത്തത് ശ്രീ VD സതീശനാണ്. അൻവറിനെ മുന്നണിയിലെടുക്കുവാൻ KC വേണുഗോപാൽ, ഉസ്മാൻ രമേശ്, കുഞ്ഞാലിക്കുട്ടി അടക്കം കിടഞ്ഞ് പരിശ്രമിച്ചിരുന്നു. എന്നാൽ VD സതീശൻ എന്ന ഒരൊറ്റ നേതാവിന്റെ ഉറച്ച നിലപാടിലാണ് അത് സാധ്യമാകാതെ പോയത്. അൻവർ അടഞ്ഞാൽ, ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചാൽ അത് UDF സ്ഥാനാർത്ഥിക്ക് വലിയ ദോഷം ചെയ്യും എന്നൊക്കെ ക്യാമ്പയിൻ ഇവർ ചെയ്തിരുന്നു. ഇന്ന് ഏതെങ്കിലും ഒരു കാരണവശാൽ ഷൗക്കത്ത് തോൽക്കേണ്ട, ഭൂരിപക്ഷം 5,000-ൽ താഴെ എത്തിയിരുന്നുവെങ്കിലും ഇവന്മാരെല്ലാം VD സതീശനെ കൊന്ന് കൊലവിളിച്ചേനെ. എന്നാൽ ഷൗക്കത്തിന്റെ മികവുറ്റ വിജയത്തിലൂടെ VD സതീശൻ പാർട്ടിയിൽ അജയ്യനായി മാറിയിരിക്കുകയാണ്. ഷൗക്കത്ത് വിജയിച്ചപ്പോൾ യാതൊരു നാണവുമില്ലാതെ പ്രസ്താവനകളുമായി വീണ്ടും ഉസ്മാൻ രമേശും KC വേണുഗോപാലും ഇന്ന് രംഗത്തിറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഉപതെരഞ്ഞെടുപ്പിൽ താരപ്രചാരകരായി നിലമ്പൂരിലെ ജനങ്ങളെ ആവേശം കൊള്ളിച്ചത് KM ഷാജിയുടെ പ്രസംഗങ്ങളും ഷാഫി രാഹുൽ കൂട്ടുകെട്ടിന്റെ പ്രകടനവുമാണ്. ഒരു ഘട്ടത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ആവേശമെല്ലാം ചോർന്ന് വാർത്താ പ്രാധാന്യം ഇസ്രായേൽ-ഇറാൻ സംഘർഷവും കൃഷ്ണകുമാറിന്റെ മകളും ഇമിറ്റേഷൻ കടയും വരെ കൊണ്ടുപോയി. പെട്ടി വിവാദത്തിലൂടെയാണ് വീണ്ടും ഉപതെരഞ്ഞെടുപ്പിന് ഒരു ജീവൻ വെച്ചത്. ശശി തരൂർ പ്രസംഗിക്കുവാൻ നിലമ്പൂരിൽ ചെല്ലാതിരുന്നത് കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചിട്ടില്ല. പ്രതിസന്ധിയിൽ പോർമുഖത്ത് നിൽക്കുമ്പോഴും കോൺഗ്രസുകാരുടെ ചക്കുളത്തിപ്പോരിന് ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും വല്ല ശമനവും ഉണ്ടായിരുന്നു? യാതൊരു കുറവും ഇല്ലായിരുന്നു. ശശി തരൂരിന്റെ പ്രസ്താവനയും കോൺഗ്രസിലെ അവശ യുവാക്കളെ പ്രതിനിധീകരിച്ച് മാത്യു കുഴനാടൻ നടത്തിയ റീൽസ് അല്ല റിയൽ വർക്ക് പരാമർശവും കോൺഗ്രസിനെ ദോഷമായി ബാധിച്ചിട്ടുണ്ടെന്നതിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, UDF സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷ സാധ്യതയെ നിർണ്ണയിക്കുന്ന ഘടകം തെരഞ്ഞെടുപ്പിൽ മാറിമറിയാവുന്ന ഘടകങ്ങളെക്കാളും ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് UDF ക്യാമ്പിനുള്ളിൽ തന്നെയുള്ള കുതികാലുവെട്ട് സാധ്യതകളാണ് എന്ന്. നിലമ്പൂരിലെ വാശിയേറിയ ക്യാമ്പയിനിടയിലും
പാല് വിരിഞ്ഞു കിടക്കുന്നത് പോലെ അരോചകമായ ജനങ്ങൾക്ക് തോന്നിയത് ഊളച്ചിരിയുമായി നിൽക്കുന്ന റബ്ബർ സ്റ്റാമ്പ് ചണ്ണിക്കുട്ടനെ റബ്ബർ സ്റ്റാമ്പാക്കി KPCC പ്രസിഡന്റ് സ്ഥാനത്ത് അവരോധിച്ച സരിതാ വേണുഗോപാലിന്റെയും ഉസ്മാൻ രമേശിന്റെയും അളിഞ്ഞ ആ പ്രസ്താവനകളാണ്. അടിച്ച് പൂക്കുറ്റിയായി നിന്ന് പിച്ചുമ്പയും പറഞ്ഞ ഉസ്മാൻ രമേശ് ആയിരുന്നു തെരഞ്ഞെടുപ്പിലെ ട്രോൾ രാജ. ഞാൻ മഹാരാഷ്ട്ര ലോക്കൽ ബോഡി സെലക്ഷൻ സുപ്രീം കോടതി അനുമതി നൽകിയതിന്റെ പശ്ചാത്തലത്തിൽ അവിടുത്തെ ലീഡേഴ്സുമായിട്ടുള്ള മീറ്റിംഗ് നാളെ വിളിച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് വന്നത്. കേരളത്തിലെ കാര്യങ്ങളെപ്പറ്റി ഇപ്പോഴൊരു കാര്യത്തിലും എനിക്ക് പരസ്യമായി പറയാനില്ല. അത് എന്നോടല്ലേ ചോദിക്കേണ്ടത്, അത് കോൺഗ്രസിന്റെ കേരളത്തിന് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മറ്റ് നേതാക്കളോട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് ഒരു കൃത്യമായ ഇൻഡിക്കേറ്ററാണ്. കോൺഗ്രസുകാരായി നശിപ്പിച്ചില്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF 100 മുതൽ 120 സീറ്റ് വരെ നേടും എന്നതിന്റെ കൃത്യമായ ഒരു സൂചനയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം. ഭൂരിപക്ഷം 5000-ൽ താഴെ ആയിരുന്നെങ്കിലും ഇടതുപക്ഷത്തിന് എന്തെങ്കിലും പറഞ്ഞു നിൽക്കാമായിരുന്നു. സംസ്ഥാനത്ത് കടുത്ത പിണറായി വിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഇത്രയും അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടും UDF സ്ഥാനാർത്ഥിക്ക് 11,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിക്കുന്നത്. സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും CPM ഉപയോഗിച്ചിട്ടും കോടിക്കണക്കിന് കള്ളപ്പണം ഇറക്കിയിട്ടും വോട്ട് കച്ചവടം നടത്തിയിട്ടും സാഹിത്യ നായ്ക്കളെ കൂട്ടുപിടിച്ചിട്ടും UDF സ്ഥാനാർത്ഥിക്ക് ഇത്രയും വോട്ടുകൾ കിട്ടിയത് പിണറായിയോടുള്ള ജനങ്ങളുടെ ആ വെറുപ്പിന്റെ സൂചനയാണ്. ഇതിനോടൊപ്പം അൻവർ പിടിച്ച ആ 20,000 വോട്ടുകളുടെ കൂട്ടണം. അൻവറിന് ഇത്രയും വോട്ടുകൾ കിട്ടുവാൻ കാരണം പിണറായിയോടുള്ള ജനങ്ങളുടെ അടങ്ങാത്ത ആ കലിയാണ്. അത് അൻവറിന്റെ സ്വീകാര്യതയായി നാം തെറ്റിദ്ധരിക്കരുത്. നിലമ്പൂരിൽ സ്വരാജ് തോറ്റതിൽ അത്യന്തം സന്തോഷിക്കുന്ന 2 പേരുണ്ട് ഈ കേരളത്തിൽ. ഒന്ന് പിണറായി വിജയൻ, 2 മരുമകൻ. അന്തംഗമ്മിക്കൂട്ടത്തിൽ ചതുരപടിവൻ ഭാഷയിൽ വലിയ കാര്യമൊന്നുമില്ലെങ്കിലും ഇതുപോലെ 2 വാക്ക് സംസാരിക്കുവാൻ കഴിയുന്ന ആളുകൾ ഇല്ലെന്ന് തന്നെ പറയാം. സ്വരാജ് ഏതെങ്കിലും ഒരു കാരണവശാൽ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയായിരുന്നുവെങ്കിൽ അയാൾ എങ്ങനെയെങ്കിലും പാർട്ടിയുടെ ഒരു ഉന്നത പദവിയിൽ എത്തുമെന്ന് ഇവർക്ക് തന്നെ ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഉറപ്പായും തോൽക്കും എന്ന് ഉറപ്പുള്ളടുത്ത് തന്നെ നേർച്ചക്കോഴിയായി സ്വരാജിനെ 2ാമതും കൊണ്ടു നിർത്തിയത്. നാണം കെട്ട തോൽവിയാണ് സ്വരാജിന് ഇവിടെ ഉണ്ടായത്. അവരും അതാണ് പ്രതീക്ഷിച്ചത്. സ്വന്തം മണ്ഡലത്തിൽ, സ്വന്തം വാർഡിൽ പോലും 2ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടവൻ എന്ന ആ നാണക്കേട് പ്രതിയോഗികൾ ഉപയോഗിക്കും. ആ അപകർഷതാബോധം സ്വരാജിനെയും നന്നായി ബാധിക്കും. സ്വരാജിന്റെ സ്വന്തം പഞ്ചായത്തായ പോത്തുകല്ലിൽ UDFന് 800 വോട്ട് ലീഡ് ലഭിച്ചു എന്ന് പറയുമ്പോൾ തന്നെ സ്വരാജിനി ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? കഴിഞ്ഞ തവണ 506 വോട്ടിന് LDF ലീഡ് ചെയ്ത മണ്ഡലമാണിതെന്ന് ഓർക്കണം. പഞ്ചായത്ത് ഭരിക്കുന്നതും LDF ആണ്. മൂത്തേടം, വഴിക്കടവ്, എടക്കര, പോത്തുകല്ല്, ചുങ്കത്തറ, കരുളായി, അമരമ്പലം പഞ്ചായത്തുകളിൽ UDFന് കാര്യമായ ലീഡും ലഭിച്ചു. ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ അൻവറിന്റെ ജീവൻ പോയില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അൻവറിന് ലഭിച്ച 19,760 വോട്ടുകൾ പിണറായിസത്തോടുള്ള എതിർപ്പിന്റെ സൂചനകളാണ് എന്ന് അൻവർ തന്നെ പറയുന്നു. അത് അൻവറിന്റെ സ്വീകാര്യതയുടെ അടയാളമല്ല. UDFനെ മുടിപ്പിക്കണം എന്നാഗ്രഹിക്കുന്ന കസേരമോഹികളായ ഉസ്മാൻ രമേശും സരിതാ വേണുഗോപാലും റബ്ബർ സ്റ്റാമ്പ് ചുണ്ണിക്കുട്ടനുമൊക്കെ ഇനി പറയുവാൻ സാധ്യതയുള്ളത് ഇത്രയും വോട്ട് പിടിച്ച അൻവറിനെ UDF മുന്നണിയിൽ എടുക്കണം എന്നായിരിക്കും. ഈ കുഴിപ്പുളവനെ എടുത്താൽ UDFന്റെ നാശം അന്നു മുതൽ തുടങ്ങും എന്ന് മനസ്സിലാക്കുക. ഒരു കാരണവശാലും ഈ പാഴിനെ അടുപ്പിക്കരുത്. ജനങ്ങൾ കൈവിടും, ഉറപ്പാണ്. ജീവൻ അവശേഷിച്ചിട്ടുണ്ടെങ്കിലും ഈ അമേദ്യത്തെ അടുപ്പിക്കാതിരുന്നാൽ ഇയാൾ സ്വയം നശിച്ചുകൊള്ളും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ നാണംകെട്ട പരാജയം BJPക്കാർക്കും നല്ലൊരു പാഠം നൽകുന്നുണ്ട്. കൃസംഗികളെ നമ്പരുതെന്ന്. കുറഞ്ഞത് 4000 വോട്ടെങ്കിലും BJP CPMന് മറിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ പ്രയോജനമുണ്ടായില്ല. ആദ്യം ആ PC ജോർജിന്റെയും അവന്റെ ആ ഞരമ്പ് രോഗിയായ ചെക്കനെയും എടുത്ത് പുറത്തു കളയുക. ആ ഞരമ്പൻ ചക്കൻ BJP നേതാക്കളെയും കൊണ്ട് അരമനകളും പെന്തക്കോസുകാരുടെ പൈശാചിക കേന്ദ്രങ്ങളും എല്ലാം തെണ്ടിയിട്ടും ഒടുവിൽ എന്തായി? കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ല. ഈ അപ്പനെയും മകനെയും കണി കണ്ടാൽ അന്നത്തേടം പോക്കാണ് എന്ന് ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഇവരെ പാർട്ടിയിൽ നിന്നും എത്രയും വേഗം പുറത്തു കളയുക. അതുപോലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ കെട്ടിവെച്ച കാശ് പോയ അവസ്ഥയുണ്ടാക്കിയ രാജീവ് ചന്ദ്രശേഖർക്കും ഇനി വണ്ടി വിടാവുന്നതാണ്. KJP സഖ്യം നാളെ മുതൽ നിങ്ങളുടെ താടിക്ക് തട്ടി തുടങ്ങും. VD സതീശന്റെ നേതൃത്വത്തിൽ യുവാക്കളായ നേതാക്കളെ മുന്നിൽ നിർത്തി ഇനിയുള്ള സമയം നന്നായി പ്രവർത്തിച്ചാൽ, ഒരുമയോടെ പ്രവർത്തിച്ചാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം ഉറപ്പാക്കാം. KPCC അധ്യക്ഷന്റെ കസേരയിൽ നല്ല നട്ടലുള്ള ആരെയെങ്കിലും ഇരുത്തിയില്ലെങ്കിൽ ഉസ്മാൻ രമേശും സരിതാ വേണുഗോപാലും പൂന്തുവിളയാടും. കാര്യങ്ങൾ മാറി മറിയുവാൻ അധികം സമയം വേണ്ട എന്ന് നിങ്ങൾ മനസ്സിലാക്കുക.
i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.